പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതോടെ പ്രതിസന്ധിയിലായി സ്വകാര്യ ബസ് ഉടമകൾ കാസർഗോഡ് സർവീസുകൾ നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്തി. ബസ് ഉടമകളുടെ അടിയന്തര ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ സൂചനാ പണിമുടക്കും കളക്ടറേറ്റ് മാർച്ചും നടത്തിയത്. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ബസ് വ്യവസായം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഇന്ന് സൂചനാ പണിമുടക്കാണ്. നമ്മോടൊപ്പം ബസ് ഉടമകളും അതുപോലെ തന്നെ ബസ് തൊഴിലാളികളും ചേരുന്നു. എന്താണ് ഇപ്പോൾ തീരുമാനം? ഇപ്പോൾ ഇന്നൊരു സൂചനാ സമരം മാത്രമാണോ? എങ്ങനെയാണ് ഇനി ഭാവി പ്രതിഷേധ പരിപാടികൾ? ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ ചരിത്ര സംഭവമായിരിക്കും. കാരണം ബസ് ഉടമകളും തൊഴിലാളികളും യോജിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സൂചന. ഈ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അടുത്ത ജൂലൈ 20 മുതൽ 25 സെക്രട്ടേറിയറ്റ് പടിക്കലിൽ വെച്ച് ഞങ്ങൾ ഇതേ രീതിയിലുള്ള സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല നല്ല വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ തരുന്നുണ്ട്. ടിവിയിലും ചാനലൊക്കെ നല്ല വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇന്നുവരെ എത്തിയിട്ടില്ല. അവർ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു 90 ദിവസം. ഒരു കൂട്ടക്കാരെ പഠിക്കാൻ തുടങ്ങി 14 വർഷമായി. രാമേന്ദ്ര കമ്മീഷൻ ആക്കിയിട്ട് ഇന്നുവരെ അത് പഠിച്ചു കഴിഞ്ഞില്ല. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ആക്കി 100 ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്. 100 ദിവസം 20 ദിവസം മാത്രമേ ആയതുള്ളൂ. 20 ദിവസം എന്നതാ എൻ്റെ പുറകിൽ കാണുന്നില്ലേ? ഈ തൊഴിലാളികളുടെ പട്ടിണിയിലേക്കാണ് വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വേറെ വഴിയില്ല. ഞങ്ങൾ സമരം നടത്തേണ്ട ആൾക്കാരല്ല. ഞങ്ങൾ പൊതുവെ സമരത്തിനെതിരാണ്. പക്ഷേ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംവിധാനം പ്രിയദർശിനി സൗജന്യ യാത്ര ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ അത് മറ്റൊരു വിഭാഗത്തെ താഴ്ത്തിക്കൊണ്ട് ആയിക്കൂടാ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞു 5000 കോടി ഇൻവെസ്റ്റ് നടത്തിയിട്ടുള്ളതാണ് സ്വകാര്യ ബസ്സുകൾ. ഒരു ബസ്സിന് 50 ലക്ഷം റുപ്യ വരെ വില വരുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടിയാണ് ഇപ്പോൾ നിർത്തിയിട്ടിട്ട് ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വമ്പിച്ച സമരമാണ്. കാസർഗോഡിലെ ചരിത്ര ലിപികളിൽ എഴുതപ്പെടുന്നത്. കാരണം തൊഴിലാളികളും ഉടമകളും കൂടി ചെയ്തത്. രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഈ പരിപാടിക്ക് പോകുന്നത്. 350ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അതിൽ കാസർഗോഡ് 350 സർവീസ് ഉണ്ടെങ്കിൽ അതിൽ 128 KSRT സർവീസുകളുണ്ട്. ഇൻട്രസ്റ്റേറ്റ് ആയിട്ടും ലോക്കൽ ബസ്സായിട്ടും. ഈ 350 ബസ്സുകളുടെ ഇടയിൽ 128 KSRT സൗജന്യ യാത്ര നടത്തുമ്പോൾ അതിനോട് പാരലായിട്ട് ഓടുന്ന ഒരു ബസ്സിന് ഇന്ന് കളക്ഷൻ ഇല്ല. അപ്പോൾ കുറച്ച് വണ്ടികൾ കളക്ഷൻ മറ്റു റൂട്ടുകളിലുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ബസ്സുകൾക്കും കളക്ഷൻ ഇല്ലാതെ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. പല ബസ്സുകളും നിർത്തിവെച്ച് പിന്നെ G-ഫോം കൊടുക്കുന്ന പല ബസ്സുകൾ G-ഫോം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. G-ഫോം പെർമനൻ്റായിട്ട് നിർത്തിയിടാം. മറ്റേ ആണെങ്കിൽ 1-2 ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പല ബസ്സുകൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാതെ ആവശ്യമുള്ള ട്രിപ്പുകൾ മാത്രം ഓടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മോടൊപ്പം തൊഴിലാളികളും ചേരുന്നു. എന്താണ് ഒരു സാഹചര്യം? നമ്മൾ ആകെ പ്രതിസന്ധിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ ആകെ പട്ടിണി കിടക്കുന്ന ഒരു പരിപാടിയിൽ. പ്രിയദർശിനി ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷേ നമ്മളെ പ്രൈവറ്റ് ബസ്സുകാരെ അന്നത്തിന് കല്ലിട്ടിട്ട് ഇത് പരിപാടി വേണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഇത്ര എല്ലാവർക്കും കുടുംബമുള്ളതാണ്. പ്രൈവറ്റ് ബസ്സുകാരും മനുഷ്യന്മാരാണ്. അവർക്കും ജീവിക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞ ഇങ്ങനത്തെ ഒരു നമ്മൾക്ക് ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ആരും ചെയ്തുകൂടാ. ഇനി മേലിൽ ഇങ്ങനത്തെ സർക്കാർ വന്നുകൂടാ തന്നെ നമ്മൾ പറയുന്നത്. അത്രേ പറഞ്ഞെങ്കിൽ നമ്മളെ അന്നത്തിന് കല്ലിട്ടിട്ട് ഇവർ പ്രിയദർശിനി നടത്തേണ്ട അന്ന് തന്നെ തീരുമാനം. അത്രേ പറയുന്നു. എന്തായാലും സ്ത്രീകൾക്കുള്ള സൗജന്യ പദ്ധതിക്ക് ഇവർ എതിരല്ല. പക്ഷേ ഇവരുടെ പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള അടിയന്തര ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.